ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ബട്ടർ ഗാർലിക് എഗ്ഗ് റെസിപ്പിയാണ്. 2 ഐറ്റം കൂടുതൽ ചേർത്തുകൊണ്ട് സാധാരണയിൽ നിന്നും കുറച്ചുകൂടി ടേസ്റ്റിയാക്കി എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 4 മുട്ടയാണ് ചേർക്കുന്നത്. 4 മുട്ടയുടെ അളവാണ് പറയുന്നത്. ഇനി മുട്ടയ്ക്ക് ആവശ്യമുള്ള ഒരല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്തുകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇനി ചൂട് കട്ടിയുള്ള പരന്ന പാത്രം തന്നെ നോക്കിയെടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ നല്ലവണ്ണം ഒന്ന് ഉരുകി വരട്ടെ. തീ ഒന്ന് കുറച്ച് വയ്ക്കണം. അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തുനിന്ന് ഒരു 3/4 ഭാഗം ഒഴിക്കുകയാണ്. ഇനി ഇതാ മുട്ട കുറേശ്ശായിട്ട് അടിഭാഗം ഒന്ന് വേകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്പാറ്റല ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് തള്ളി ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഒഴുകി വന്ന ആ മുട്ടയുടെ ഭാഗം കൂടെ ഒന്ന് വേകാൻ തുടങ്ങുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് നിരക്കി കൊടുക്കുക. ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ പതുക്കെ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. മുട്ട ഒഴിച്ച ഉടനെ തന്നെ കുത്തി ഇളക്കരുത്. അതുപോലെ തന്നെ മുട്ട ഓവർ കുക്കായി പോവുകയും ചെയ്യരുത്. ആ നനവൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയ ഉടനെ തന്നെ മാറ്റുകയും വേണം. വലിയ പീസുകളായിട്ട് വേണം ചിക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ നൈസ് ദോശയൊക്കെ ഉണ്ടല്ലോ, അത് കീറിയിട്ട പോലെ നമുക്ക് ചിക്കി എടുക്കാനായിട്ട് പറ്റും. അതായത് ഒരേ കനത്തിൽ ചിക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ. ബാക്കി 1/4 ഭാഗം മുട്ടയോടെ അതുപോലെ ഒന്ന് ചിക്കി എടുക്കുകയാണ്. നല്ല വലിപ്പമുള്ള പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ മുട്ട ഒന്ന് ചൊഴിച്ച് ഇതുപോലെ ചിക്കി എടുത്താലും മതി. വീണ്ടും പാനിൽ ഒരു സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് ബട്ടർ ഗാർലിക് റെസിപ്പിയാണ്. ബട്ടർ തന്നെ ചേർക്കണം, വേറെ ഓയിലൊന്നും ചേർക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ബട്ടറിൻ്റെ അളവ് കുറയ്ക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ലാസ്റ്റ് വരെയും ചെയ്യണം. ഇനി ബട്ടറിനകത്തോട്ട് ഒരു 1.5 സ്പൂണോളം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഒട്ടും ബ്രൗൺ ആകരുത്. നല്ലവണ്ണം ഈ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. വെളുത്തുള്ളി നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ബ്രൗൺ ആവുന്നതിന് തൊട്ട് മുന്നേ വരെ വന്നിട്ടുണ്ട്. ഇനി 1 സ്പൂണോളം മുളക് ചതച്ചത് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കുക. ഇതോടെ ചേർത്തൊരു 10 സെക്കൻഡ് മാത്രം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇത്രയും മതി. 4 മുട്ടയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 സ്പൂണ് മൈദ ചേർക്കുക. മൈദ ഈ ബട്ടറിനകത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. തീ കുറച്ച് തന്നെ ഇടുക. മൈദ മൂത്തുമെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ, മൈദ ഈ ബട്ടറിനകത്ത് നല്ലവണ്ണം ഒന്ന് പതയാനായിട്ട് തുടങ്ങും. അതായത് ഈ ബേക്കിംഗ് സോഡയ്ക്കകത്തോട്ട് വിനീഗറോ ലെമണോ ഒക്കെ ഒഴിക്കുമ്പോൾ ഒന്ന് പതയത്തില്ല, അതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു മണം കൂടെ നമുക്ക് കിട്ടും. ഇത് ചെറുതായിട്ടിങ്ങനെ പത പോലെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മൈദ മൂത്തിട്ടുണ്ട്. ഇനി വേണം അടുത്ത ചേർക്കാനായിട്ട്. ഇതിനകത്ത് ടേസ്റ്റ് കൂട്ടാനായിട്ട് 2 സാധനം ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു ഐറ്റം തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. 1 കപ്പോളം ചേർക്കുന്നുണ്ട്. ഒരു 1.5-2 കപ്പ് തേങ്ങ എടുത്തിട്ട് ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് നല്ലവണ്ണം അരയ്ക്കുക. അരച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്താണ്. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല. ഇത് ഒറ്റ പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒന്ന് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പെട്ടെന്ന് മൈദയാണ് കട്ടി പിടിക്കും. നല്ലവണ്ണം കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് കട്ടയില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിലോട്ട് ഇടുക. ഒട്ടും കട്ടയില്ലാതെ നല്ല സോസ് പരുവത്തിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൂടെ ചേർക്കുക എരിവിനാവശ്യത്തിന്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ബട്ടറിനകത്ത് ഉപ്പ് കാണും. അതുപോലെ തന്നെ മുട്ടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി മാത്രം ഉപ്പ് ചേർക്കുക. ഈ ബട്ടർ ഗാർലിക്കിന് സാധാരണ പശുമ്പാലാണ് ചേർക്കാറുള്ളത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ടേസ്റ്റ് കൂട്ടുന്ന 2ാമത്തെ സാധനമാണിത്. മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ചേർത്തിട്ടുള്ളത്. ഒരല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് ഇതോടെ ചേർക്കുമ്പോൾ. ഇതെല്ലാം പെട്ടെന്ന് ചേർത്ത് ഇളക്കണം. ആ സോസ് ഇങ്ങനെ കട്ടി ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയോടെ ചേർക്കുക. മുട്ടയോടെ ചേർത്തിട്ടുണ്ട്. മുട്ട ചേർത്തതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് പതുക്കെ ഇത് ഇളക്കിയെടുക്കുക. നല്ല സോസെല്ലാം നല്ല ഒന്ന് കോട്ടിങ് ആകുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക.
ഇളക്കുന്ന സമയത്ത് മുട്ടയൊക്കെ അങ്ങനെ വലിയ പീസായിട്ട് തന്നെ ഇരിക്കണം. തവി വെച്ചൊന്നും ഉടച്ചു വിടരുത്. നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉള്ളിയുടെ ഇല ഒരല്പം അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് മല്ലിയിലയുടെ ചേർത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റിനോട് നല്ല അടിപൊളിയാണ്. മല്ലിയില ചേർത്തിരിക്കണം. മല്ലിയിലയുടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത്. ഈ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ഈ സോസ് അങ്ങ് കട്ടിയാവും. വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈ ഒരു ഐറ്റം മാത്രം മതി. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയോ നാനോ ബ്രെഡോ ഒക്കെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ ഉണ്ടാക്കിയ ഉടനെ തന്നെ ചൂടോടെ തന്നെ കഴിച്ച് തീർക്കുക. രാവിലെ ഉണ്ടാക്കി വൈകുന്നേരത്തേനൊന്നും വെച്ചേക്കരുത്. അപ്പോൾ തന്നെ കഴിച്ചത് തീർക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.